So good morning everyone and welcome back. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് പ്രൊഡക്ഷൻ ഓഫ് എന്തൊക്കെയായിരുന്നു കൺട്രോളിങ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ടുഡേ വിൽ സീ ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ തേർഡ് ടോർക്ക് വിച്ച് ഇസ് ദ ഡാമ്പിംഗ് ടോർക്ക്. ബിഫോർ ദാറ്റ് നമ്മൾ ലാസ്റ്റ് 2 വീക്കായിട്ട് നടന്നു വന്ന 2 അസൈൻമെന്റുകൾ ഉണ്ടായിരുന്നു. ആ 2 അസൈൻമെന്റുകളെയും ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് അതിന്റെ സൊല്യൂഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്ന് തോന്നുന്നു. So we'll look into that one. Then we'll continue with our topics. Okay. So first assignment. So these were the questions. So first one, in right hand thumb rule, if we apply it for a straight conductor. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. Then thumb indicates what? സോ സ്ട്രൈറ്റ് കണ്ടക്ടറിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? സ്ട്രൈറ്റ് കണ്ടക്ടറിൽ തമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ ഇൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇഫ് വി അപ്ലൈഡ് ഫോർ എ കോയിൽ ദെൻ തമ്പ് ഇൻഡിക്കേറ്റ്സ്. സോ നമ്മൾ സ്ട്രൈറ്റ് കണ്ടക്ടറിന് തമ്പ് എന്തിനായി സൂചിപ്പിച്ചു? കറണ്ടിന്. സോ ഇഫ് വി അപ്ലൈഡ് ഫോർ എ കോയിലിന് സൂചിപ്പിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞ റിവേഴ്സ് ആവുമെന്ന് അല്ലേ? അതായത് ഫിംഗേഴ്സ് കറണ്ടിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കും, തമ്പ് എന്തിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കും? ഡയറക്ഷൻ ഓഫ് ഔട്ട് ഗോയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഔട്ട് ഗോയിങ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ക്യാച്ച് ഹിയർ. ഓക്കെ, സോ ഇതില് ഔട്ട് ഗോയിങ് എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷനിൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ദ ഔട്ട് ഗോയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഓപ്ഷൻ ആവുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഈ ഡിപ്ലോമയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ജൂനിയർ എഞ്ചിനീയർ അതുപോലെയുള്ള പല എക്സാംസിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഓപ്ഷൻസിൽ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് കാണും. സോ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു പിക്ക് ദി മോസ്റ്റ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ഔട്ട് ഗോയിങ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ ദ മോസ്റ്റ് ആപ്റ്റ് ആൻസർ വിൽ ബി ഔട്ട് ഗോയിങ് മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് ഈ ലാസ്റ്റ് ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിക്കുക, ആദ്യത്തെ 3 ഓപ്ഷനേ ഉള്ളൂ, then first option will be the most apt answer. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റ് ദ നോർത്ത് പോൾ വിൽ ഹാവ്. നോർത്ത് പോൾ എന്താണ്? ഔട്ട് ഗോയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഔട്ട് ഗോയിങ് ഫ്ലക്സ്. ഇൻ ഇലക്ട്രോമാഗ്നറ്റ് ദ സൗത്ത് പോൾ. സോ നോർത്ത് പോൾ എന്തായിരുന്നു? ഔട്ട് ഗോയിങ് ഫ്ലക്സ്. അങ്ങനെയാണെങ്കിൽ സൗത്ത് പോൾ എന്തായിരിക്കും? ഇൻകമിങ് ഫ്ലക്സ് ആയിരിക്കും. ദെൻ Fleming's rule down connects the direction of the following quantity. So ഇവിടെ ക്വസ്റ്റ്യനിലാണ് ഒരു ട്രിക്കി പാർട്ട് ഉള്ളത്. ഫ്ലെമിങ്സ് റൂൾ എന്ത് 3 ക്വാണ്ടിറ്റീസിനെ അല്ല കണക്ട് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏതെന്നാണ് ചോദിക്കുന്നത്. ഫ്ലെമിങ്സ് റൂൾ ഡു നോട്ട് കണക്ട് ഏതാണ് ഫ്ലെമിങ്സ് റൂൾ ആപ്ലിക്കബിൾ അല്ലാതെ? സോ ഫ്ലെമിങ്സ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഫോർ വാട്ട്? ഓർ ഇറ്റ് കണക്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ അപ്പൊ ഇതിൽ കണക്ട് ചെയ്യാത്ത odd one എന്ന് പറയുന്നത് ഏതാണ്? ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി വിൽ ബി ദി ആൻസർ, കറക്റ്റ് ആൻസർ ഫോർ ദിസ് വൺ. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ്. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, RG. സോ റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്റേഴ്സ് മീൻസ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ, Fleming's left hand rule is used to find the direction of. So right hand rule കറണ്ടിനെ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനെയാണ്? ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. സോ ഫൈനലി എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ദി ടേം ആക്റ്റീവ് ലെങ്ത് ഇൻ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ? സോ ലോറൻസ് ഫോഴ്സ് ഇക്വേഷനിൽ ആക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലുള്ള പാർട്ടിനെയാണ് നമ്മൾ ആക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. So magnetic field in the influence ഇരിക്കുന്നത്. So this option is obviously correct. Length of conductor under the influence of magnetic field. That is perfectly correct. ബാക്കി ഓപ്ഷൻസ് നോക്കിയ ടോട്ടൽ ലെങ്ത് അതെന്തായാലും തെറ്റാണ്. തേർഡ് ഓപ്ഷൻ, ലെങ്ത് ഓഫ് കണ്ടക്ടർ വിച്ച് ടേക്സ് പാർട്സ് ഇൻ എനർജി കൺവേർഷൻ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് എനർജി ഉണ്ട്, കറണ്ട് പോകുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയും ഉണ്ട് അല്ലേ? പക്ഷെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് അത് എനർജി കൺവേർഷനിൽ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ വിച്ച് ടേക്സ് പാർട്സ് ഇൻ എനർജി കൺവേർഷൻ. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. ഓൾ ഓഫ് ദ അബവ് പറ്റത്തില്ല, കാരണം ടോട്ടൽ ലെങ്ത് അല്ല ആക്റ്റീവ് ലെങ്ത്. ഓക്കെ, സോ ഹിയർ 2 ഓപ്ഷൻസ് ആർ കറക്റ്റ്. Again, the ninth question. In a conductor placed in a magnetic field. So, ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. The following details are known.
First one, the direction of current is outwards. Okay, fine. Second one, the direction of magnetic field is from left to right. So നിങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ നോക്കുക. Then the direction of force. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ളത്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. സോ കീപ് യുവർ ഫിംഗേഴ്സ് ലൈക്ക് ദിസ്. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഔട്ട്വേർഡ്സ്. സോ മിഡിൽ ഫിംഗർ ആണ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്. കറണ്ട് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ പുറത്തോട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ പെർഫെക്റ്റ്ലി നമ്മൾ ആ ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ തമ്പ് വിൽ പോയിന്റ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ തമ്പ് എങ്ങോട്ടാണ് സൂചിപ്പിക്കുന്നത്? അപ്വേർഡ്. സോ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, അപ്വേർഡ്. So that is it. So ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ് സമ്മറി. Hope you have seen this document. Okay. So this is your test assignment number 1. Next we'll go for assignment number 2. So assignment number 2 the first question was what? Which part of the instrument senses the quantity to be measured? See, ഇവിടെ നിങ്ങൾക്ക് മനഃപൂർവ്വമാണ് സെൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. കാരണം സെൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ പാറ്റേൺ ഇൻ ഓൾ യുവർ കോമ്പറ്റേറ്റീവ് എക്സാം. നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാം, എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. സോ നമ്മളെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ദ പാർട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ് വിച്ച് സെൻസസ് ദ ക്വാണ്ടിറ്റി? സോ നമുക്ക് അറിയാവുന്ന 3 പാർട്സ് ഏതൊക്കെയാണ്? ഡിറ്റക്ടർ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ദെൻ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡിവൈസ് ഉണ്ട്. സോ ഡിറ്റക്ടർ, ഇൻഡിക്കേറ്റർ ആൻഡ് ട്രാൻസ്ഫർ ഡിവൈസ്, 3 കമ്പോണൻസ് ആണുള്ളത്. സോ ഏത് പാർട്ടാണ് സെൻസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയെ? ഡിറ്റക്ടർ. സോ ഓപ്ഷൻ 1 is correct. Next, which of the following force is not essential for indicating instrument? Here is the catch. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് ഉള്ളതിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേണം, കൺട്രോളിംഗ് ടോർക്ക് വേണം, ഡാമ്പിംഗ് ടോർക്ക് വേണം. ഈ 3 ഫോഴ്സസും എസെൻഷ്യൽ ഫോഴ്സസ് ആണ്. അപ്പം ഈ 3 ഓപ്ഷൻ അല്ല. അപ്പം ഒബ്വിയസ്ലി 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ദിസ് ബ്രേക്കിംഗ് ഫോഴ്സ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ വരത്തില്ല. ബ്രേക്കിംഗ് ഫോഴ്സ് വരുന്നത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലാണ്. അത് നമ്മൾ പഠിക്കും പിന്നീട്. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലാണ് ബ്രേക്കിംഗ് ഫോഴ്സ് വരുന്നത്. സോ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ ബ്രേക്കിംഗ് ഫോഴ്സിന്റെ ആവശ്യം വരുന്നില്ല. സോ വിച്ച് ഫോഴ്സ് ഇസ് നോട്ട് എസെൻഷ്യൽ? സോ ദ ആൻസർ ഈസ് ബ്രേക്കിംഗ് ഫോഴ്സ്. ഓക്കെ, സോ ദ തേർഡ് ക്വസ്റ്റ്യൻ വാസ് എ മാച്ച് ദ ഫോളോയിങ്. സോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ആദ്യം കണ്ടപ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: കൺട്രോളിംഗ് ഫോഴ്സ്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്. ഇത് 3 ആണ് ക്വസ്റ്റ്യൻ. ഇതിനെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ഓപ്ഷൻസ് ആർ ടു മൂവ് ദ പോയിന്റർ ഫ്രം 0, ടു മൂവ് ദ പോയിന്റർ ബാക്ക് ടു 0 ആഫ്റ്റർ പവർ ഓഫ്, പ്രസന്റ് ഓൺലി ഡ്യൂറിംഗ് മൂവ്മെന്റ്. സോ കൺട്രോളിംഗ് ഫോഴ്സിന്റെ ഉപയോഗം എന്താണ്? കൺട്രോളിംഗ് ഫോഴ്സ് 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. ഒന്ന്, ആ പോയിന്ററിനെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിർത്തുന്നതിന് വേണ്ടി, സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? എപ്പോഴാണോ നമ്മൾ പവർ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് റിമൂവ് ചെയ്യുന്നത്, ആ പോയിന്റർ തിരിച്ച് എങ്ങോട്ട് പോകണം? ഇനീഷ്യൽ പൊസിഷനിലോട്ട്, അതായത് 0 പൊസിഷനിലോട്ട് മാറണം. സോ കൺട്രോളിംഗ് ഫോഴ്സിന് അപ്പം ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇതാണ്, ടു മൂവ് ദ പോയിന്റർ ബാക്ക് ടു 0. അപ്പൊ ഇവിടെ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് സെലക്ട് ആവും. സോ സെക്കൻഡ് വൺ, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് ദ പോയിന്റർ ഫ്രം 0. സോ ഓപ്ഷൻ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഫൈനലി തേർഡ് വൺ എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫോഴ്സ്. എന്താണ് ഡാമ്പിംഗ് ഫോഴ്സ്? പ്രസന്റ് ഓൺലി ഡ്യൂറിംഗ് മൂവ്മെന്റ്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, നോട്ടിലും ഉണ്ട്. സോ ഡാമ്പിംഗ് ഫോഴ്സ് ഇസ് പ്രസന്റ് ഓൺലി ഡ്യൂറിംഗ് മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ. സോ ഇതാണ് 3 ഓപ്ഷൻസ്. സോ fourth one, in pointer oscillations are due to, first one is inertia, unequal forces, none of the above. So oscillations ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ മൂവ് ചെയ്യുന്ന പോയിന്ററിന് ഒരു ഇനേർഷ്യ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൂവിങ് സിസ്റ്റത്തിന് ഇനേർഷ്യ ഉള്ളതുകൊണ്ടാണ്. അൺഈക്വൽ ഫോഴ്സസ് അല്ല, ഇനേർഷ്യ ഉള്ള മാസ് ഉള്ളത് കൊണ്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുക. സോ ഇനേർഷ്യ ഈസ് ദ പെർഫെക്റ്റ് ആൻസർ. സോ ഫൈനലി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, damping force is required in an instrument for the following reason. Okay, so to stop the pointer at correct position ആണോ? അല്ല, ഡാമ്പിംഗ് ഫോഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓസിലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ. അപ്പം ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ്.
നിങ്ങളുടെ അറ്റൻഷൻ ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ ക്വസ്റ്റ്യനിൽ. ഡാമ്പിംഗ് ഫോഴ്സ്, സപ്പോസ് ഇത് നിങ്ങൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കും. ഓപ്ഷൻസ് നോക്കുമ്പോൾ ടു സ്റ്റോപ്പ് ദ പോയിന്റർ അറ്റ് കറക്റ്റ് പൊസിഷൻ, ടു ബ്രിങ് ബാക്ക് ദ പോയിന്റർ ടു സീറോ ആഫ്റ്റർ പവർ ഓഫ്. ഓക്കെ, ഇത് രണ്ടും എന്തിനാണ്? കൺട്രോളിംഗ് ടോർക്കിനാണ്. സോ ബോത്ത് ഓഫ് ദം ആയിരിക്കും ആൻസർ എന്ന് വിചാരിക്കും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് ഡാമ്പിംഗ് ഫോഴ്സ്. ഡാമ്പിംഗ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡാമ്പിംഗ് ഫോഴ്സ് ചോദിച്ചിരിക്കുമ്പോഴത്തേക്കും ഡാമ്പിംഗ് ഫോഴ്സ് ഓസിലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദ ആൻസർ വിൽ ബി നൺ ഓഫ് ദം. സപ്പോസ് ഇവിടെ ഈ ഡാമ്പിംഗ് ഫോഴ്സിന് പകരം കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഫോഴ്സ്, like suppose it is like controlling force is required in an instrument for the following reasons. So to stop the pointer at correct position, correct perfectly. Second one, to bring back the pointer to zero after power off, that is also correct. So both of them will be the answer if it is controlling torque. Controlling torque ആണ് ചോദിച്ചിരുന്നതെങ്കിൽ both of them ആയിരിക്കും answer. Okay, so hope you guys understood this one. So now we'll continue with our topic, that is production of damping torques. So before going to our topic, there is a question. This is a quiz for you people. So this is a, which material is used for manufacturing springs in an indicating instrument? Indicating instrument il use cheyuna spring manufacture cheyan ubhayikkunna material endana? You have 10 seconds to answer the question. You can comment your answers in YouTube. Okay, so your time starts now. Okay, hope you have given your answers in the comment section. So we'll continue. So methods of producing damping torque. Damping torque produce ചെയ്യുന്ന methods എന്തൊക്കെയാണ്? So first of all, we'll see what is the purpose of damping torque. See, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഡാമ്പിങ്ങിന്റെ ആവശ്യം എന്താണ്? ഓസിലേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോയിന്ററിൽ അതിനൊരു മാസ് ഉണ്ട്. പോയിന്ററിന് ഒരു മാസ് അല്ലെങ്കിൽ ഇനേർഷ്യ ഉണ്ട്. ഓക്കെ, ഇനേർഷ്യ ഉണ്ട്. ഈ ഇനേർഷ്യ കാരണം എന്താണ്? ഇങ്ങനെ മൂവ് ചെയ്ത് അത് കറക്റ്റ് ഒരു പൊസിഷനിൽ വന്ന് നിൽക്കത്തില്ല. ഇവിടെ നിൽക്കണമെങ്കിലും പോയിന്റർ ഫ്രണ്ടിലോട്ടൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനേർഷ്യയാണ് റീസൺ. ഓക്കെ, സോ ദ സിസ്റ്റം possesses the inertia and therefore the moving system cannot immediately settle. അതായത് പെട്ടെന്ന് വന്ന് ഒരു പൊസിഷനിൽ അത് വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, the final position, but overshoots എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ വേറൊരു ടെർമിനോളജി, overshoots or swing ahead of it. Okay, so to avoid this oscillations or overshoots, we provide what? Damping torque. So damping torque is provided to what? For what purpose? To avoid the oscillations or overshoot. ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാമ്പിംഗ് ടോർക്ക് എപ്പോഴൊക്കെ കാണത്തുള്ളൂ? എപ്പോഴൊക്കെയാണോ നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവിങ് കണ്ടീഷനിൽ മാത്രമേ ഡാമ്പിംഗ് ടോർക്ക് കാണത്തുള്ളൂ. So the damping device should be such that it produces a damping torque only while the moving system is in motion. അതായത് മൂവിങ് സിസ്റ്റം മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഡാമ്പിംഗ് ഡിവൈസ് ആ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. Okay, so we'll see what are the methods. Okay, so here we have 4 methods mainly for the production of damping torque. First one is air friction damping, second one is fluid friction damping, third one is eddy current damping, and the fourth one is electromagnetic damping. ഇതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത് ഇനി. So first one is air friction damping. So ഇതിൽ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ എയർ ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ. മെയിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എയർ ആണ്. So what it is having is, it consists of a light aluminum piston which is attached to the moving system. So piston cylinder arrangement നിങ്ങൾ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു
എഞ്ചിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്, ഇങ്ങനെ ഒരു പിസ്റ്റൺ ഉണ്ട്. സോ ഈ എഞ്ചിനിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആവുന്നതാണ്. സോ ഇതെന്ന് പറയുന്നത് സിലിണ്ടർ, ഇതെന്ന് പറയുന്നത് പിസ്റ്റൺ. സോ സിമിലർ സെറ്റപ്പ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലൈറ്റ് അലുമിനിയം പിസ്റ്റൺ. സോ പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? അലുമിനിയം. ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് കുറഞ്ഞതായിരിക്കും അതിന്. ഓക്കെ, സോ കൺസിസ്റ്റ് ഓഫ് എ ലൈറ്റ് അലുമിനിയം പിസ്റ്റൺ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദ മൂവിംഗ് സിസ്റ്റം, സംതിങ് ലൈക്ക് ദിസ്. ഇതൊരു പോയിന്റർ ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എ പോയിന്റർ. പോയിന്ററിൽ ഒരു സിലിണ്ടർ ഉണ്ട്, ഇതാണ് സിലിണ്ടർ. സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, പിസ്റ്റൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദ പിസ്റ്റൺ മൂവ്സ് ഇൻ എ ഫിക്സഡ് എയർ ചേംബർ വിച്ച് ഇസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ദിസ് ഇസ് ക്ലോസ്ഡ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓപ്പൺ. ഒരു എൻഡ് ക്ലോസ്ഡും മറ്റേ എൻഡ് ഓപ്പൺ ആണ്. When there are oscillations, the piston moves into and out of the air chamber. അതായത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റർ മൂവ് ചെയ്ത് വരുമല്ലോ, മൂവ് ചെയ്ത് വന്നിട്ട് അതിനൊരു ഓസിലേഷൻ സംഭവിക്കും. ഓസിലേഷൻ സംഭവിക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്റ്റൺ ആ ചേംബറിനകത്ത് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യും. ഈ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ സിലിണ്ടർ അല്ലെങ്കിൽ ആ ചേംബറിനകത്തുള്ള പ്രഷറിന് വേരിയേഷൻ വരും. ഓക്കെ, പ്രഷറിന് വേരിയേഷൻ വരുമ്പോഴത്തേക്കും ഈ ഓസിലേഷൻസിനെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണും. ഓക്കെ, അതായത് ഈ പിസ്റ്റൺ മൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓസിലേഷൻ. അപ്പം ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണ് പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലേ? അപ്പം ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓസിലേഷൻ ആണ്. ഓസിലേഷൻ കാരണമാണ് പിസ്റ്റൺ മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും ആക്ഷൻ ഇതാണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് ഈ ആക്ഷനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും എപ്പോഴും. അപ്പം ഓസിലേഷൻസിനെ പിസ്റ്റന്റെ മൂവ്മെന്റ് കാരണം പെട്ടെന്നത് എന്താണ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അതാണ് സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഡാമ്പിംഗ് ഈസ് ബേസിക്കലി എ പ്രിൻസിപ്പിൾ ഓർ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. So the air inside is compressed and the pressure of air thus built up opposes the motion of the piston. അതാണ് സംഭവിക്കുന്നത്. സോ ഇത് ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സി, നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റർ ഉണ്ട്. പോയിന്റർ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതെന്താണ്? ബാലൻസിങ് വെയിറ്റ്. ഇതെന്ന് പറയുന്നത് കൺട്രോളിങ് വെയിറ്റ്. ഏതിലാ? ഗ്രാവിറ്റി കൺട്രോളിൽ, അല്ലെ? അപ്പം ഈ മൂവിങ് സിസ്റ്റം എന്ന് പറയുന്നത് ആ പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ്. സോ ഇതില് ഇതാണ് നമ്മുടെ എയർ ചേംബർ അല്ലെങ്കിൽ സിലിണ്ടർ. ഓക്കെ, പിസ്റ്റൺ ഉണ്ട്. സോ ഇവിടെ ഈ പോയിന്ററിന് ഓസിലേഷൻ സംഭവിക്കുമ്പോൾ ഈ പിസ്റ്റൺ പുറത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. പുറത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ പ്രഷറിന്റെ വേരിയേഷൻ സംഭവിക്കും. ഈ പ്രഷറിന്റെ വേരിയേഷൻ അത് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഓസിലേഷൻസിനെ കുറയ്ക്കണം. സോ അപ്പോൾ ഓസിലേഷൻസ് പെട്ടെന്ന് ഡൈ ഔട്ട് ആവും. സോ ഇതിലുള്ള ഓസിലേഷൻസിനെ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? നമ്മൾ ഓസിലേഷൻസിനെ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? എയർ ചേംബറിലുള്ള പ്രഷർ ഡിഫറൻസ് ഓസിലേഷൻസിനെ ഒപ്പോസ് ചെയ്യും. സോ ഓസിലേഷൻസ് കുറയും. ഇതാണ് സംഭവിക്കുന്നത്. സോ ഓസിലേഷൻ കാരണം പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു. ഈ പ്രഷർ ഡിഫറൻസ് ഓസിലേഷനെ കുറയ്ക്കുന്നു. സോ ഇതെന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ ഫിഗറിൽ കണ്ടത് ഈ ഒരു സിസ്റ്റം ഇല്ലേ? ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്പിൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ,
ഈ സ്പിൻഡിലാണ് നമ്മൾ എന്തിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, പോയിന്ററിനെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ മറ്റേ നമ്മുടെ പിവറ്റ് ജുവൽ ബെയറിങ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് പോയിന്റ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതൊരു എയർ ചേംബർ ആണ്. ഇവിടുത്തെ എയർ ചേംബർ പോലെ ഞാൻ ഇങ്ങനെ ഒരു സെക്ടറിന്റെ ഷേപ്പിൽ ഒരു എയർ ചേംബർ വെച്ചിട്ടുണ്ട്. അതും ഈ സ്പിൻഡിലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോയിന്റർ മൂവ് ചെയ്യും. ഓക്കെ, പോയിന്റർ മൂവ് ചെയ്തിട്ട് എപ്പോഴാണോ ഓസിലേഷൻസ് സംഭവിക്കുന്നത്, ഇതിലായിട്ടൊരു കണക്ഷൻ ഉണ്ട്. സോ എപ്പോഴാണോ ഓസിലേഷൻ സംഭവിക്കുന്നത്, ഈ ഈ ഈ സെക്ടർ ഷേപ്പിനകത്ത് ഇരിക്കുന്ന ഒരു പാർട്ടുണ്ട്. ഇതിന്റെ പേരാണ് വെയിൻ. അതായത് ഒരു ഫാനിന്റെ ബ്ലേഡ് പോലത്തെ, ചെറിയൊരു ഫാനിന്റെ ബ്ലേഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. ആ ബ്ലേഡ് പോലത്തെ ഒരു സാധനം ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഓസിലേഷൻസ് സംഭവിക്കുമ്പോൾ ഈ വെയിന് മൂവ് ചെയ്യും. അപ്പൊ വെയിന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചേംബറിനകത്ത് എന്താണ്, എയർ ആണുള്ളത്. അപ്പൊ ആ എയറിന്റെ പ്രഷർ മാറാൻ തുടങ്ങും. പ്രഷർ മാറുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് തന്നെ ഓസിലേഷൻസ് കാരണമാണ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രഷർ ഡിഫറൻസ് ഓസിലേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. ന്യൂട്ടൺസ് തേർഡ് ലോ ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ പടം എന്താ, ഇത് നോക്കിയേ. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ സൈഡ് വ്യൂ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ടോപ്പ് വ്യൂ ആണ്, മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ സ്പിൻഡിൽ ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇതാ ഇവിടെ വെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എയർ ചേംബർ. അപ്പൊ ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ എപ്പോഴാണോ ഓസിലേഷൻസ് സംഭവിക്കുന്ന, ഈ വെയിനിനും ആ ഓസിലേഷൻസ് സംഭവിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് വരുന്നു. പ്രഷർ ഡിഫറൻസ് എന്തുകൊണ്ട് വരുന്നു, ഓസിലേഷൻസ് കാരണം. അപ്പൊ ആ ഓസിലേഷൻസിനെ അത് ഒപ്പോസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കും ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം. ഓക്കെ, സോ ഇതൊരു എൻ്റെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. അപ്പം അവിടെ എയർ ആയിരുന്നു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്തത്. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ പ്രഷറിന്റെ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ എയർ ആയിരുന്നു അവിടെ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷനിൽ എന്താണ്, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് യൂസ് ചെയ്യും. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പിനേഷൻ ആകാം. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇതിന് ഓയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ മെയിൻലി ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് യൂസസ് ഓയിൽ ആസ് ദ മീഡിയം ഫോർ ക്രിയേറ്റിംഗ് ദി friction. So here oil is used as the friction producing medium, or it is used in place of air. ഏതിനെ വെച്ച് നോക്കുമ്പോൾ, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ എയറിന്റെ സ്ഥാനത്ത് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് വിസ്കോസിറ്റി കാരണമാണ് യൂസ് ചെയ്യുന്നത്. സോ എയറിന്റെ വിസ്കോസിറ്റിയെക്കാട്ടിയും കൂടുതലാണ് ഓയിലിന്. സോ ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഇസ് ഗ്രേറ്റർ, ദെയർഫോർ ഡാമ്പിംഗ് ടോർക്ക് കുറച്ചും കൂടെ ഗ്രേറ്റർ വാല്യൂവിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, നിങ്ങളൊരു ബക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ക്ലോസ്ഡ് ബക്കറ്റ് മുകളിൽ, എന്നിട്ട് നമ്മൾ അതിനകത്ത് എയർ ആണ്, നമ്മൾ കൈ അതിനകത്തോട്ട് വെച്ചിട്ട് കൈ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്രീ ആയിട്ടായിരിക്കും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതേസമയം അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചെന്ന് വിചാരിക്കുക. വെള്ളം ഒഴിച്ചാലും നമ്മൾ എയറിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. അത് വിസ്കോസിറ്റി കാരണമാണ്. ഇനി അതേ സ്ഥാനത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു എന്ന് വിചാരിക്കുക. ഓയിൽ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മളെ മൂവ്മെന്റ് വീണ്ടും തടസ്സപ്പെടുകയാണ്, ഡിഫിക്കൽട്ട് ആവുകയാണ്. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ, therefore oil is used in fluid friction damping.
അതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിസ്റ്റം ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഹാവിങ്, ഇത് നമ്മുടെ സ്പിൻഡിലാണെന്ന് വിചാരിക്കുക. ഇത് സ്പിൻഡിൽ. ഈ സ്പിൻഡിലിന്റെ എൻഡിൽ നമ്മൾ ഒരു പാർട്ടിക്കിൾ കണക്ട് ചെയ്ത് വെക്കും. അതായത് ഇങ്ങനെ ഒരു സാധനം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണിത്. എന്നിട്ട് ഞാനൊരു ബക്കറ്റ് എടുത്തിട്ട്, ബക്കറ്റ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ എൻഡ് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴാണോ ഓസിലേഷൻസ് വരുന്നത് അപ്പോഴെന്ത് സംഭവിക്കും? ഈ സ്പിൻഡിലിനെ കണക്ട് ചെയ്തിരിക്കുന്ന താഴത്തെ ആ ഡിസ്ക് ഉണ്ടല്ലോ, ആ ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എഗെയിൻ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എന്തുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്? ഓസിലേഷൻസ് കാരണമാണ്. അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം ആ മൂവ്മെന്റ് എന്തിനെ ഒപ്പോസ് ചെയ്യും? കോസിന്. എന്താണോ റീസൺ, അതായത് ഈ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഓസിലേഷൻ. അപ്പൊ ആ ഓസിലേഷൻ അത് ഒപ്പോസ് ചെയ്യും. സോ ഓസിലേഷന്റെ അളവ് കുറയും. സോ ഇത് ഒരു ഫ്രണ്ട് വ്യൂ ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ഫ്രണ്ട് വ്യൂ. ഇതെന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ 4 പാർട്ടിക്കിൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നില്ലേ, ഈ 4, ആ ഡിസ്ക് ആണ് ഇതിൽ കാണിക്കുന്നത്. ഡിസ്ക് അല്ലെങ്കിൽ വെയിൻസ്. ഇതിനെ നമുക്ക് ഡിസ്ക് അല്ലെങ്കിൽ വെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇത് ടോപ്പ് വ്യൂ. സോ എ ഡിസ്ക് ഈസ് അറ്റാച്ച്ഡ്. ഞാനിതൊന്ന് ഇറൈസ് ചെയ്യുകയാണ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. So a disk is attached to the moving system. This disk dips into an oil pot and it is completely submerged in oil. Okay. So ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് ഡാമ്പിംഗ് ഓയിൽ അല്ലെങ്കിൽ ഓയിലിനകത്ത് കംപ്ലീറ്റ്ലി മുങ്ങിയിരിക്കുകയാണ്. സോ when the disk moves in an oil, a frictional drag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു സിസ്റ്റം. അതാണ് ഫ്രിക്ഷണൽ ഡ്രാഗ് ഈസ് പ്രൊഡ്യൂസ്. ദ ഫ്രിക്ഷണൽ ഡ്രാഗ് ഓൾവേസ് ഒപ്പോസസ് ദ മോഷൻ. കാരണം ഈ ഫ്രിക്ഷണൽ ഡ്രാഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഓസിലേഷൻസ് ആയിരുന്നു, അല്ലേ? സോ ഓസിലേഷൻസ് കാരണമാണ് ഫ്രിക്ഷണൽ ഡ്രാഗ് വരുന്നത്. അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എന്താണ്? ഈ ഫ്രിക്ഷണൽ ഡ്രാഗ് ഓസിലേഷനെ ഒപ്പോസ് ചെയ്യണം. അപ്പം ഓസിലേഷൻ പെട്ടെന്ന് കുറയും. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് പോയിന്റർ വന്ന് ഫൈനൽ പോയിന്റിലോട്ട് സെറ്റിൽ ചെയ്യും വിത്ത് ലെസ് നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ സീ ഫാരഡേസ് ലോ. ഇത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, ഇപ്പൊ നമ്മൾ ഡാമ്പിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് ഫാരഡേസ് ലോ വന്നത്. ഞാൻ ഡാമ്പിങ്ങിൽ ഏതൊക്കെ മെത്തേഡ്സാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ വാസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, സെക്കൻഡ് വൺ വാസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, തേർഡ് വാസ് എഡി കറന്റ് ഡാമ്പിംഗ്. സോ എഡി കറന്റ് ഡാമ്പിംഗ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് വി ഹാവ് ടു ഹാവ് എ റീക്യാപ്പ് ഓഫ് ഫാരഡേസ് ലോ, ലെൻസസ് ലോ. ഇത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ വിൽ സി വാട്ട് ഈസ് ഫാരഡേസ് ലോ നൗ. സോ ഫാരഡേസ് ലോ എന്ന് പറയുമ്പം ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ മോസ്റ്റ് ഫണ്ടമെന്റൽ ലോ ആണ്. ഓക്കെ, സോ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് എ ബേസിക് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. ഇലക്ട്രോമാഗ്നറ്റിസിന്റെ ഒരു ആണിക്കല്ലെന്ന് പറയുന്നത് ഫാരഡേസ് ലോ ആണ്. സോ വാട്ട് ഈസ് ഫാരഡേസ് ലോ? So Faraday's law basically demonstrates how a magnetic field interacts with an electric current or electric circuit to produce an EMF. This phenomenon is known as electromagnetic induction. So Faraday's law എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, സച്ച് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. സോ വിൽ സീ വാട്ട് ഇറ്റ് ഇസ്. സോ അതിന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ ദിസ് ഇസ് Faraday's law of Faraday's experiment. Okay, so we have a coil here, then we have a galvanometer, and this coil is connected through wire to the galvanometer. Galvanometer എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Galvanometer is used for detecting the presence of current. അതായത് കറണ്ടിന്റെ സാന്നിധ്യം ഒരു സർക്യൂട്ടിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് എ പെർമനന്റ് മാഗ്നറ്റ്.
പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് ഞാൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്. നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്. നോർത്ത് പോളിൽ നിന്ന് ഫ്ലക്സ് പുറത്തോട്ട് വരുന്നു, സൗത്ത് പോളിലോട്ട് ഫ്ലക്സ് വന്ന് ചേരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച എക്സ്പെരിമെന്റ് ആണ്. അതായത് ഈ മാഗ്നറ്റിന് ഈ കോയിലിനകത്തോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. സോ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ഫ്ലോ ഗാൽവനോമീറ്റർ ഡിറ്റക്ട് ചെയ്യുന്നു. സോ വിൽ സീ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ഹിയർ. ഓക്കെ, സി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കാം, ഈ പെർമനന്റ് മാഗ്നറ്റ് അകത്തോട്ട് വരുമ്പോഴത്തേക്കും ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നു. അത് പുറത്തോട്ട് പോകുമ്പോൾ ബാക്ക് ടു സീറോ. അഗെയിൻ കമ്മിങ്, ഇറ്റ് ഈസ് ഡിഫ്ലക്ടിങ്. വെൻ ഇറ്റ് ഈസ് മൂവിങ് ബാക്ക്, ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു സീറോ. സോ ഇതാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഫാരഡേസ് ലോ പറയുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ആ പെർമനന്റ് മാഗ്നറ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. സോ ആ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡും ആ കോയിലും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പം ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. ആ കോയിലിന്റെ സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കറണ്ട് ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്നതാണ്. ഇതുവഴി കറണ്ട് പാസ് ചെയ്യും. ഇവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും, ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് കാരണം സർക്യൂട്ട് ക്ലോസ് ആയതുകൊണ്ട് ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ നടക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഫാരഡേസ് ലോയുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആയിട്ട് ഫാരഡേ ചെയ്തത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സോ ദ പൊസിഷൻ ഓഫ് മാഗ്നറ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയാണെന്ന് വിചാരിക്കുക. റെസ്റ്റ് പൊസിഷൻ ഇതാണ്. ഇവിടെ ആയിരിക്കുമ്പോഴത്തേക്കും ഗാൽവനോമീറ്റർ പ്രത്യേകിച്ച് ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, കോയിലിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡിഫ്ലക്ഷൻ എങ്ങോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഇവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ദർ വിൽ ബി നോ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് ഈ സെന്ററിൽ പോയി ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. സോ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് അവിടെ തന്നെ വച്ചിരുന്നുള്ള സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഡിഫ്ലക്ഷൻ കാണത്തില്ല. എന്നിട്ട് നാലാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നത് 4. എഗെയിൻ അവിടെ ഒരു ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഫൈനലി ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നു, അതാണ് ഫിഫ്ത്ത് പൊസിഷൻ. അപ്പോഴും ഡിഫ്ലക്ഷൻ ഇല്ല. ഫിഫ്ത്ത് പൊസിഷനിലും ഡിഫ്ലക്ഷൻ ഇല്ല. അപ്പോഴ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്തായിരുന്നു, നേരത്തെ എക്സ്പെരിമെന്റിൽ എപ്പോഴാണോ സ്റ്റേഷനറി ആയിരിക്കുന്നത് മാഗ്നറ്റ്, എപ്പോഴാണോ സ്റ്റേഷനറി ആയിരിക്കുന്നത്, അതായത് മൂവ്മെന്റ് ഇല്ല, മൂവ്മെന്റ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, there will be no deflection. എപ്പോഴൊക്കെയാണോ മൂവ്മെന്റ് സംഭവിക്കുന്നത്, അതായത് ഒരു എൻഡിൽ നിന്ന് ഇത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും, അതുപോലെ ഈ എൻഡിൽ നിന്ന് തിരിച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ, അപ്പോഴെന്താ സംഭവിക്കുന്നത്, ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും കോയിലും മാഗ്നറ്റ്, ഈ കോയിലും മാഗ്നറ്റും തമ്മിലൊരു റിലേറ്റീവ് ഡിഫറൻസ്, അതായത് കോയിൽ സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക, മാഗ്നറ്റ് മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം, മാഗ്നറ്റ് സ്റ്റേഷനറിയാണ്, കോയിലും നമുക്ക് മൂവ് ചെയ്യാം, കോയിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോഴും ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇത് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പാരിറ്റീവ്ലി ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഒന്നുകിൽ കോയിൽ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടും മൂവ് ചെയ്യുന്നു, പക്ഷെ രണ്ട് വെലോസിറ്റിയിലാണ്. ഓക്കെ, ഒന്നുകിൽ കോയിൽ മൂവ് ചെയ്യാം, മാഗ്നറ്റ് സ്റ്റേഷനറി. അടുത്ത കേസ് മാഗ്നറ്റ് മൂവ് ചെയ്യാം, കോയിൽ സ്റ്റേഷനറി. മൂന്നാമത്തെ കേസ് കോയിലും മാഗ്നറ്റ് മൂവ് ചെയ്യാം, പക്ഷെ അതിന്റെ വെലോസിറ്റിയിൽ ഒരു ഡിഫറൻസ് വേണം. അതായത് അതിനെ സിമ്പിൾ ടേംസിൽ നമ്മൾ പറയുന്ന ഒരു ടേം ആണ്
റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ അതായത് അത് തമ്മിൽ ഒരു വെലോസിറ്റിയുടെ ഡിഫറൻസ് വേണം. അപ്പൊ റിലേറ്റീവ് മോഷൻ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നതും ക്ലോസ്ഡ് സർക്യൂട്ടിനകത്താണ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഫ്ലോ നടക്കും. ദാറ്റ്സ് ഓൾ. സോ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ഫാരഡെ കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്: whenever there is a relative motion, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, relative motion between a conductor and a magnetic field. So ഇവിടെ നമ്മൾ നേരത്തെ കോയിൽ പറഞ്ഞു, അതിന് വരെ കണ്ടക്ടർ ആയാലും കുഴപ്പമില്ല. So whenever there is a relative motion between conductor and a magnetic field, the flux linkage with the coil changes and this change in flux induces a voltage across the coil. ഇതാണ് ഫാരഡേസ് ലോയുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ whenever there is a relative motion between what a coil or a conductor and a magnetic field, മാഗ്നറ്റിക് ഫീൽഡും കോയിലും അല്ലെങ്കിൽ കണ്ടക്ടറുമായിട്ട്, മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് കോയിൽ തന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് പറയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡും കോയിലും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ, അതായത് അത് തമ്മിലുള്ള വെലോസിറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒന്ന് 5 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു, മറ്റേത് 2 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. സോ റിലേറ്റീവ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്, 3 മീറ്റർ പെർ സെക്കൻഡിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്നെങ്കിൽ ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവാൻ പറ്റും. ഈ മാഗ്നറ്റ് ശ്രദ്ധിക്കുക, ഈ മാഗ്നറ്റ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഇനിഷ്യൽ ഇത്രയുള്ള പോർഷനിലുള്ള ടിപ്പിലുള്ള ഇത് മാത്രമേ ലിങ്ക് ആവുന്നുള്ളൂ ഈ കോയിലുമായിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനാണ്. അതേസമയം ഈ കോയില്, ഞാനിവിടെ ഇതൊന്ന് മാറ്റിട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. ഇതൊരു കോയിലാണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ താഴത്തെ പോർഷൻ വരയ്ക്കുന്നില്ല, അതായത് ഗാൽവനോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുക. എൻ്റെ കയ്യിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ. സോ ഇതിൽ നിന്ന് ഫ്ലക്സ് പുറത്തോട്ട് വരുന്നുണ്ട്, ഇത് ഇവിടെ വന്ന് തിരിച്ചു കയറുന്നു. ഈ മാഗ്നറ്റ് ഇല്ലേ, ഈ മാഗ്നറ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതിന്റെ ടോട്ടലി 50 ഫ്ലക്സ് ലൈൻസ് ഉണ്ടെന്നാണ് വിചാരിക്കുക. അതായത് നോർത്ത് പോളിൽ നിന്ന് 50 ഫ്ലക്സ് ലൈൻസ് ഇപ്പുറത്തോട്ട് വരുന്നു. ഓക്കെ, ഇത് ഈ ടിപ്പിൽ എൻ്റർ ചെയ്യുമ്പം ഈ 50 ഫ്ലക്സ് ലൈൻസും ഈ കോയിലുമായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല, ചിലപ്പോൾ 10 ഫ്ലക്സ് ലൈൻസ് ആയിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. അതേസമയം ഇത് അകത്തോട്ട് വരും തോറും കൂടുതൽ 10-20 ഫ്ലക്സ് ലൈൻസ് ഇന്ററാക്ട് ചെയ്യും, 30, 40, 50. അപ്പൊ ഒരു പോയിന്റിൽ മാക്സിമം ഫ്ലക്സ് കോയിലുമായിട്ട് ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് ഇന്ററാക്ട് ചെയ്യുന്ന അളവ് കൂടുകയാണ്. 10-ൽ നിന്ന് 20 ആയി, 20-ൽ നിന്ന് 30 ആയി, 30-ൽ നിന്ന് 40 ആയി. അതായത് ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ടേം പറയും, ഫ്ലക്സ് ലിങ്കേജ്. അതായത് ഈ ഫ്ലക്സ് ലൈൻസ് ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന്റെ അളവ്, ആ അളവ് കൂടി വരും. സോ എപ്പോഴൊക്കെയാണോ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു മോഷൻ ഉള്ളത് ആ സമയത്ത് ഫ്ലക്സ് ലിങ്കേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഫ്ലക്സ് ലിങ്കേജ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യും. അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇ എം എഫ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ നോക്കിയത്. സോ whenever there is a relative motion between a conductor and magnetic field, the flux linkage, ഇതാ കണ്ടില്ലേ, flux linkage with the coil changes and this change in flux ഈ ഫ്ലക്സിലുള്ള ചേഞ്ച്, ലിങ്കേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻഡ്യൂസസ് എ വോൾട്ടേജ് അക്രോസ് ദ കോയിൽ. ഇതാണ് ഫാരഡേസ് ലോയുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ, ആ എക്സ്പെരിമെന്റിൽ നിന്നുള്ള ഒബ്സർവേഷൻ. ഓക്കെ, സിമ്പിൾ ആണ്. എപ്പോഴൊക്കെയാണോ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് വരും. ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും.
സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? EMF പ്രൊഡ്യൂസ് ചെയ്യും. EMF പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ പാറ്റേൺ. ഫസ്റ്റ് റിലേറ്റീവ് മോഷൻ, രണ്ടാമത്തത് ഫ്ലക്സ് ലിങ്കേജ്, മൂന്നാമത്തത് ഫ്ലക്സ് ലിങ്കേജസിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ്. ഇത് കാരണം ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് വീണ്ടും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. സോ ലെൻസസ് ലോ. ലെൻസസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ആപ്ലിക്കേഷൻ ഓഫ്, ലെൻസസ് ലോ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് ലെൻസസ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് എന്താണ്? ഒരു ആക്ഷന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഒരാളെ തല്ലുമ്പോഴത്തേക്കും അയാൾ തിരിച്ചു തല്ലാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് സംഭവിക്കുന്നത്. അയാൾ തിരിച്ചു തല്ലുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ഫസ്റ്റ് നിങ്ങൾ ആദ്യം അയാളെ തല്ലി എന്നുള്ള കേസ്. സോ സിമ്പിൾ ആസ് ദാറ്റ്. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. സോ ലെൻസസ് ലോ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെൻസസ് ലോ ആക്ച്വലി ഇറ്റ് ഈസ് കണക്ടിങ് ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ന്യൂട്ടൺസ് തേർഡ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതും ന്യൂട്ടൺസ് തേർഡ് ലോയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. So let us see what is Lenz's law. Lenz's law of electromagnetic induction states that the direction of current induced in a current conductor or coil by changing magnetic field is such that the magnetic field created by the induced current opposes the initial changing magnetic field which produces it. Kind of confusing, alle? So we'll see what it is. See, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ കൂടെ ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ എന്താണ്? ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സോ ദാറ്റ്സ് ഇറ്റ്. ഒരു കറണ്ട് ഫ്ലോ, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. സോ യു കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഇത് മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമുക്ക് ഫാരഡേസ് ലോയിലോട്ട് പോകാം. ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ എന്താ പറയുന്നത്? whenever there is a relative motion between conductor and magnetic field, എപ്പോഴൊക്കെയാണോ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു റിലേറ്റീവ് ഡിഫറൻസ് ഉണ്ടാകുന്നത്,
അപ്പോഴൊക്കെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? There will be a change in flux linkage. ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് ഉണ്ടാവും അല്ലെ? ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് കാരണം എന്ത് പറ്റും? ഒരു EMF ജനറേറ്റ് ആവും, ആണല്ലോ. EMF ജനറേറ്റ് ആവുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ, EMF ജനറേറ്റ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ആണല്ലോ. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ലെൻസസ് ലോ ഇനിയാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞ എന്തുവാ? ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇത് നിങ്ങളുടെ ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് കാരണം ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായി, EMF ജനറേറ്റ് ചെയ്തു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തല്ലോ. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച്, ഏത് പ്രിൻസിപ്പിൾ വെച്ച്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് കാരണം നമുക്ക് പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യത്തില്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യത്തില്ലേ? ഇത് പെർമനന്റ് മാഗ്നറ്റിനെ വെച്ചാണ് ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. അത് കാരണം ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്ത് EMF ജനറേറ്റ് ചെയ്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഈ കറണ്ട് കാരണം പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് നമ്മുടെ രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ. ലെൻസസ് ലോ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ അപ്ലൈ ആവുന്നത്. ഇവിടെ ഇതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് എഫക്റ്റ് opposes the cause. അതായത് റിസൾട്ട് എപ്പോഴും അതിന് കാരണമായ വസ്തുവിന്, ലൈക്ക് കാരണമായ ഒരു റീസൺ കാണുമല്ലോ, അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ എഫക്റ്റ് എന്താണ്? ഔട്ട്കം എന്താണ്? ഇപ്പോൾ ഉള്ളത് ഫീൽഡ് ജനറേറ്റ് ആയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് എഫക്റ്റ്. എഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തതോ രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തതോ അല്ലെങ്കിൽ കറണ്ടിന്റെ പ്രൊഡക്ഷനോ ആണ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കോസ് എവിടെയാണ് വന്നത്? ഇതിന്റെ കോസ് എവിടെയാണ്? അപ്പൊ നമ്മൾ ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ കാര്യം EMF ജനറേറ്റ് ചെയ്ത്. EMF ജനറേറ്റ് ചെയ്യാൻ കാരണം ഫ്ലക്സ് ലിങ്കേജിൽ ഉണ്ടായിരുന്ന ചേഞ്ച്. ഫ്ലക്സ് ലിങ്കേജിൽ ഉണ്ടായ ചേഞ്ച് എന്തുകൊണ്ടാണ്? റിലേറ്റീവ് മോഷൻ. സോ ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഈ പുലിവാല് അല്ലെങ്കിൽ ഈ പുകിലെല്ലാം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? റിലേറ്റീവ് മോഷൻ കാരണമാണ്. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എന്താണ്? എഫക്റ്റ് കോസിന്, ഇതാണ് നമ്മുടെ കോസ്, ഇതാണ് കാരണക്കാരൻ, കോസിന് ഒപ്പോസ് ചെയ്യും. എഫക്റ്റ് കോസിനെ ഒപ്പോസ് ചെയ്യും. സോ ലെൻസസ് ലോ പറയുന്നത് ഇതാണ്. എന്താണ്? ഒരു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു EMF ജനറേറ്റ് ചെയ്യുകയും ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ കറണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റീവ് മോഷന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഫുൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഓക്കെ ഫൈൻ, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് ഫാരഡേസ് ലോയിലോട്ട് പോകുന്നു. ഫാരഡേസ് ലോ എന്താ പറയുന്നത്? whenever there is a relative motion between conductor and magnetic field എന്ത് സംഭവിക്കും? ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് സംഭവിക്കുന്നു.
ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് കാരണം ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പിലാണ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടെ സ്വാഭാവികമായിട്ട് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ആകും, അല്ലെങ്കിൽ കറണ്ട് വരാൻ തുടങ്ങും. ഓക്കെ, അതുവരെ നമ്മൾ പറഞ്ഞു. ഇനി ഫസ്റ്റ് പറഞ്ഞ കറണ്ട് ഫ്ലോ ഒരു കണ്ടക്ടറിൽ കൂടെ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്, അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഞാൻ പച്ചയിൽ കാണിച്ചിരിക്കുന്ന, പച്ച ഇങ്കിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കിപ്പം രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു പെർമനന്റ് മാഗ്നറ്റിനെ കാരണം, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഈ കറണ്ടിനെ കാരണം വരുന്നത്. അപ്പം ലെൻസസ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിച്ച കാരണം എന്താണോ അതിനെ എതിർക്കുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം. സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത റീസൺ എന്താണ്? ഫസ്റ്റ് റീസൺ എന്താണ്? റിലേറ്റീവ് മോഷൻ ആണ്. കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു റിലേറ്റീവ് മോഷൻ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. സോ Lenz's law states that the direction of magnetic field will be such that it opposes the cause, the very cause which produces it. Okay, നമുക്കത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. സോ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. Lenz's law of electromagnetic induction states that the direction of current induced in a conductor, അതായത് ഈ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? is such that magnetic field created by the induced current, ആ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസസ്, എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? ദ ഇനീഷ്യൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഡയറക്ഷൻ ഓഫ് ദിസ് കറണ്ട് ഫ്ലോ ക്യാൻ ബി ഫൗണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തുപയോഗിക്കാം? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, RG ഓർമ്മയുണ്ട? റൈറ്റ് ഹാൻഡ് റൂൾ, ജനറേറ്റർ, generation of current, so right hand rule, generate. Okay, so finally we are back on track with the damping. So നമ്മൾ ഫസ്റ്റ് രണ്ട് മെത്തേഡ് കണ്ടു, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും. now we are going for the third method, that is eddy current damping. So it is actually an application of Faraday's law and Lenz's law. Faraday's law, Lenz's law ന്റെ ആപ്ലിക്കേഷൻ ആണ്. സി ഫസ്റ്റ് കേസ് ഇതാണ്, എൻ്റെ ഫസ്റ്റ് കേസ് എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒരു ഫിക്സഡ് മെമ്പർ ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഒരു നൂല് കെട്ടിയിട്ട് ഇതൊരു കോപ്പർ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. കോപ്പറോ അല്ലെങ്കിൽ അലുമിനിയം പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്ലേറ്റ് ഞാൻ അവിടെ ഹാങ് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് തട്ടി വിട്ടപ്പോഴത്തേക്കും ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇതാ ഇങ്ങനെ കിടന്നത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓസിലേഷൻ, ഇത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ സപ്പോസ് ഇത് 30 സെക്കൻഡ്സ് എടുക്കുന്നു എന്ന് അസ്യൂം ചെയ്യാം. എത്രയാണ്? 30 സെക്കൻഡ്സ്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സെറ്റപ്പ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഞാൻ വെച്ചു. സോ പെർമനന്റ് മാഗ്നറ്റ് വെക്കുമ്പോൾ എന്താണ്, ഇതില് ഫ്ലക്സ് ലൈൻസ് ഉണ്ട് അല്ലെ? നോർത്ത് പോളിൽ നിന്ന് സൗത്തിലോട്ട് വരുന്ന രീതിയിൽ അല്ലെ? സോ എഗെയിൻ ഇവിടെ നമ്മുടെ കോപ്പർ പ്ലേറ്റ് ഉണ്ട്, കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈനിനകത്താണ് ഈ സാധനം ഞാൻ വെച്ചിരിക്കുന്നത്. ഈ പെർമനന്റ് മാഗ്നറ്റ് വെച്ച ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫീൽഡ് ലൈനിനകത്താണ് ഈ കോപ്പർ പ്ലേറ്റ് വരുന്നത് ആണല്ലോ. അപ്പം എൻ്റെ മാഗ്നറ്റ് ഇവിടെ സ്റ്റേഷനറി ആണ്.
മാഗ്നറ്റ് സ്റ്റേഷനറി ആണ്. ഓക്കെ, ഞാനിപ്പം ഈ പ്ലേറ്റിനെ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ പ്ലേറ്റ് എന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ കൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതാ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെന്റ് ഓർമ്മയുണ്ടല്ലോ, നോർത്ത് പോള് സൗത്ത് പോള്, ഇവിടെ ഒരു കോയിലുണ്ട്, ഒരു ഗാൽവനോമീറ്ററും വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കേസിൽ മാഗ്നറ്റ് ആണ് അകത്തോട്ട് മൂവ് ചെയ്തത്. ഞാന് ഈ ഒരു സെറ്റപ്പിൽ എന്താണ്, മാഗ്നറ്റ് സ്റ്റേഷനറിയും ഞാൻ ഈ കോയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. കോയിൽ എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടും ആണ്. ഓക്കെ, ഗാൽവനോമീറ്റർ ഇല്ലെന്നേ ഉള്ളൂ. സോ ഞാൻ ഈ കോയിലിന് ഈ മാഗ്നറ്റിക് ഫീൽഡിന് അകത്തോട്ടും പുറത്തോട്ടും മൂവ് ചെയ്യുന്നത് പോലെയല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്? ആണല്ലോ. മാഗ്നറ്റിക് ഫീൽഡിന് അകത്തൂടെയും പുറത്തോട്ടും ഇതാ ഈ കോയിൽ മൂവ് ചെയ്യുന്നു. ഈ കോയിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതില് ഫ്ലക്സ് ലിങ്കേജില് ചേഞ്ച് വരും. ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആണല്ലോ. സോ അതില് ഈ പാർട്ടിക്കിളിനെ ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. അതായത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ ചുറ്റും ചെറിയ ചെറിയ വട്ടത്തിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ നമ്മള് എന്താണ് കടലിലൊക്കെ കാണുന്ന ചുഴിയില്ലേ, ചെറിയ ചെറിയ ചുഴി, അതാണ് ഈ എഡ്ഡി എന്ന് പറയുന്നത്. എഡ്ഡി എന്ന് പറയുന്നത് ചുഴി ചെറിയ ചെറിയ ചുഴികളെയാണ് പറയുന്നത്. ഇവിടെ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചുഴി പോലെ കറണ്ട് ഫ്ലോ വരുന്നു. ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ. സോ ഇപ്പൊ ഫാരഡേസ് ലോ പ്രകാരം ഈ പ്ലേറ്റില് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സർക്കുലേഷൻ കറണ്ട്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാരഡേസ് ലോ ആയി അവിടെ. ഇനി അടുത്ത് നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം, അവിടെ ലെൻസസ് ലോ അപ്ലൈ ചെയ്യണം. ലെൻസസ് ലോ പറയുന്നത് എന്താണ്, ഈ കറണ്ടുകളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ഒപ്പോസ് ചെയ്യുമെന്നാണ് പറയുന്നത്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. എന്താ ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു എന്ന് തോന്നുന്നതിന്റെ കാര്യം എന്താണ്, ഈ സാധനം ഇങ്ങനെ കിടന്ന് ഈ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാണ്. അപ്പം ഈ കറണ്ടിന്റെ, എഡ്ഡി കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഈ എഡ്ഡി കറണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഓസിലേഷൻസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അഗെയിൻ വൺ മോർ ടൈം ഐ എം റിപ്പീറ്റിംഗ്. നമുക്കൊരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ആദ്യത്തെ കേസിൽ പെർമനന്റ് മാഗ്നറ്റ് വയ്ക്കാത്ത കേസ് പറയുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ 30 സെക്കൻഡ് സമയം എടുത്ത് അത് ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് എപ്പോഴാണോ ഞാൻ അടുത്തത് ഒരു പെർമനന്റ് മാഗ്നറ്റ് കൊണ്ട് വയ്ക്കുന്നത്, ആ സമയത്ത് എന്ത് സംഭവിക്കും, ഫാരഡേസ് ലോ പ്രകാരം ഫ്ലക്സ് ലിങ്കേജ് സംഭവിക്കുന്നു, ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചെറിയ ചെറിയ ചുഴി പോലെ ആ പ്ലേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഫാരഡേസ് ലോ ആയി, ഇനി നമുക്ക് അതിനകത്ത് ലെൻസസ് ലോയുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. ലെൻസസ് ലോ പറയുന്നത് എന്താണ്, ഈ കറണ്ടുകളുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ്, ഈ കറണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള വസ്തുവിന്റെ അല്ലെങ്കിൽ ആ വസ്തുതയെ എതിർക്കും. ഈ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ കാരണം എന്താണ്, ഈ ഓസിലേഷൻസ് ആണ്, അല്ലെ? ഫ്ലക്സ് ലിങ്കേജ് വരണമെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് വരണമെങ്കിൽ അത് മൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ മൂവ് ചെയ്യുന്നതാണ് പ്രൈമറി റീസൺ. അപ്പൊ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ മൂവ്മെന്റിനെ എതിർക്കും. ഓക്കെ, ഇതാണ് എഡ്ഡി കറണ്ട് ഡാമ്പിങ്. അപ്പൊ നമ്മുടെ പോയിന്റർ ഉണ്ടെന്ന് വിചാരിക്കും. സോ പോയിന്ററിൽ ഓസിലേഷൻ സംഭവിക്കുമല്ലോ. ഓസിലേഷൻ സംഭവിക്കുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് മാറും. ഫ്ലക്സ് ലിങ്കേജ് മാറുമ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ കറണ്ട് എങ്ങനെയായിരിക്കും, ഈ ഓസിലേഷൻസിനെ കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ആ കറണ്ടിന്റെ ഡയറക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. സ്റ്റിൽ നിങ്ങളതൊന്ന് വ്യക്തമായിട്ടൊന്ന്
അറ്റൻറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു കമന്റ് ഓൺ അവർ ഡിസ്കഷൻ ഫോറം. വിൽ ഹാവ് എ സെപ്പറേറ്റ് വീഡിയോ ഔട്ട് ഫോർ ദിസ് വൺ ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, so that is regarding eddy current damping. So with this one we have covered the methods of production of damping torques. Okay, ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. അത് എഡി കറന്റ് ഡാമ്പിങ്ങിന്റെ സെയിം ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഇവിടെ എഡി കറന്റ് ഡാമ്പിങ്ങിൽ കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പിൽ ഒരു കോയിൽ വരും. That's it. Eddy current damping is for conductors and electromagnetic damping is for mainly used for coils. Okay, so hope you guys have understood it. So next week we'll start with instrument. നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പഠിക്കാൻ തുടങ്ങും. So a common advice to everyone and everyone out there, ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കമന്റ് ഇറ്റ് ഓൺ അവർ ക്ലാസ് റൂം. ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ, അടുത്ത സെക്ഷൻസ് തൊട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇതാണ് നിങ്ങളുടെ ബേസിക് ഫണ്ടമെന്റൽസ് ഫോർ മെഷർമെന്റ്. ഇത് വെച്ചാണ് ഫുള്ള് അങ്ങോട്ടെല്ലാം ഓടുന്നത്. ഓക്കെ, സോ സ്റ്റേ സേഫ് ഗൈസ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു, ആൻഡ് we will see in next video. Thank you.